അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കും. 44 നദികൾ സ്വന്തമായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. മലകളും പുഴകളും താരാട്ടുപാടുന്ന കേരളമെന്നാണ് ഭംഗിവാക്കിലൂടെ യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സാഹിത്യകാരന്മാർ പറയാറുള്ളത്. സഹ്യപർവ്വതം അതിരിടുന്ന, കാവലായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. മഴമേഘങ്ങളെ തണുപ്പിച്ച് പെയ്യിക്കാൻ സഹ്യപർവ്വതത്തിൻ്റെ സാന്നിധ്യം സാധ്യമാകുന്നു എന്നും അതുകൊണ്ട് അനുഗ്രഹീതമായ ഭൂപ്രദേശമാണ് കേരളമെന്നും ഒരുപാട് കാലമായി നമ്മൾ കേട്ടതും പഠിച്ചതുമായ യാഥാർത്ഥ്യമാണ്. ആ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം എത്തിയിരിക്കുന്നു. ഹീറ്റ് വേവ്. ഈ വർഷത്തെ അസാധാരണ വേനൽക്കാലം ഈ ഉഷ്ണതരംഗത്തെ, ചൂടിനെ ആളിക്കത്തിച്ചിരിക്കുന്നു. മഴക്കാലം ഇന്ന് കേരളത്തിന് പ്രളയ ദുരന്തമായതുപോലെ വേനൽക്കാലം ഇപ്പോൾ കേരളത്തിന് ഉഷ്ണതരംഗത്തിൻ്റെ ദുരന്തകാലമായി മാറിയിരിക്കുകയാണ്. അത്തരം ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് അറിയാത്തവരായിട്ട് അധികമാരും ഉണ്ടാവില്ല. ഇപ്രാവശ്യത്തെ ഈ കടുത്ത ചൂടിൻ്റെ, ഹീറ്റ് വേവിൻ്റെ, ഉഷ്ണതരംഗത്തിൻ്റെ ആദ്യ പൊള്ളൽ അനുഭവിച്ചത് പാലക്കാട് ജില്ലയാണ്. 2024 ഏപ്രിൽ 27 ശനിയാഴ്ചയാണ് 41.8 ഡിഗ്രി സെൽഷ്യസ് ചൂട് പ്രകടമായതിൻ്റെ റിപ്പോർട്ട് വന്നത്. ഇപ്പോൾ പലയിടത്തും 55 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടെന്ന കാര്യവും വളരെ കൃത്യമായി ദിനേന എന്നോണം ദൃശ്യമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം ഉണ്ടെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം അതിന് 2 മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാറുണ്ട്. അതിലൊന്ന്, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് തുടർച്ചയായി ഏതാനും ദിവസം അനുഭവപ്പെട്ടതായി ബോധ്യപ്പെടണം. രണ്ടാമതായി, ആ പ്രദേശത്തിൻ്റെ ശരാശരി താപനില 4.5 ഡിഗ്രിയിലും പതിവിൽ കൂടിയിരിക്കണം. ഇത് രണ്ടും ഇന്ന് കേരളത്തിൽ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കണക്കിൽ കേരളം ഉഷ്ണതരംഗം അനുഭവിക്കുന്ന, ഹീറ്റ് വേവ് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇത്രയും പറഞ്ഞത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വൃത്താന്തമാണ്. കഴിഞ്ഞ ആഴ്ച വരെ 400-ലധികം ആളുകൾ ഉഷ്ണതരംഗത്തിൻ്റെ ഭാഗമായി
ചൂട് ഏറ്റതിൻ്റെ ഭാഗമായി ചികിത്സ തേടിയിരിക്കുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് 300-ലധികം വളർത്തുമൃഗങ്ങൾ കേരളത്തിൽ ചത്തുപോയിരിക്കുന്നു ഈ ചൂടിൻ്റെ കാഠിന്യത്തിൽ. അത്തരത്തിൽ ദുരന്തങ്ങൾ വന്നിരിക്കുകയാണ്. ഉഷ്ണതരംഗം ഒരു ചില്ലറ സംഗതിയല്ലെന്ന്, അത് മരണത്തിന് വരെ കാരണമാകുമെന്ന് ഒരുപാട് നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വെള്ളം കുടിക്കണം, പുറത്തിറങ്ങരുത്, ചൂട് ഏൽക്കരുത്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ഒരു നാട് ദിനേന എന്നോണം ഇത്തരം ദുരന്തത്തിലേക്ക്, അത് മഴക്കാലമാണെങ്കിൽ പ്രളയ ദുരന്തം, വേനൽക്കാലമാണെങ്കിൽ ഉഷ്ണതരംഗത്തിൻ്റെ ദുരന്തം, ഈ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പഠനത്തിനോ ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിലെ തീരുമാനങ്ങൾക്കോ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന ദുരന്തത്തെ കൂടി നാം അറിയണം. അത്തരമൊരു ദുരന്തമുഖത്താണ് കേരളമുള്ളത്. മുമ്പും ഇങ്ങനെയുള്ള ചൂട് വല്ലപ്പോഴുമൊക്കെ സംഭവിക്കാറുണ്ടത്രേ. 1987 സംഭവിച്ച കടുത്ത വരൾച്ച കാലത്ത് കേരളത്തിൽ ഈ ഉഷ്ണതരംഗം പ്രകടമായിരുന്നു. പക്ഷേ ഉടനെ വേനൽ മഴ വന്നു, മേഘം വന്നു, അങ്ങനെ അന്തരീക്ഷം തണുത്തു. അതുകൊണ്ട് വലിയ ദുരന്തമുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ വേനൽ മഴയില്ല. ഇനി വേനൽ മഴ വന്നിട്ടും കാര്യമില്ലെന്ന്, യഥാർത്ഥത്തിൽ വരേണ്ട വർഷക്കാലം വേഗത്തിൽ മെയ് ലാസ്റ്റിലോ ജൂൺ ഫസ്റ്റിലോ വന്നില്ല എങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ ഏറെ ഗുരുതരമാകുമെന്ന് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ഗവേഷകൻ ഡോക്ടർ റോക്സി മാത്യു പറയുന്നു. ഇനി വേനൽ മഴ കൊണ്ട് രക്ഷയില്ല കേരളത്തിന്. വളരെ വേഗത്തിൽ മഴക്കാലം, വർഷക്കാലം വരണം. അത് മെയ് ലാസ്റ്റിൽ സംഭവിക്കണമെങ്കിൽ ജൂൺ ഫസ്റ്റിലെങ്കിലും സംഭവിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി ഏറെ ഗുരുതരമായി തീരുമെന്ന്. അപ്പം ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു നമ്മൾ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരവസ്ഥ വരുന്നതിന് കാരണമായ സ്ഥിതിവിശേഷങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കേവല നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ഭാവി തലമുറ വെന്തുരുകാതെ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് അതുമായി ബന്ധപ്പെട്ട ദീർഘദർശനം നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ആസൂത്രണങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഭരണീയരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്ന ദുരന്തത്തെ കൂടി പറഞ്ഞു വെച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പ്രകൃതി പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. നിങ്ങളിരിക്കുന്ന ഭൂമി, നിങ്ങൾക്ക് മേലാപ്പായി നിൽക്കുന്ന ആകാശം, ഈ മണ്ണും വിണ്ണും നിങ്ങളുടെ അധികാര പരിധിയിലല്ല. അതിൽ നിങ്ങൾ വരും വരായികൾ ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അധികകാലം ഇവിടെ അധിവാസം സാധ്യമാവില്ല, നേരെ ചൊവ്വെ ജീവിക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി പ്രകൃതി മുന്നറിയിപ്പ് നൽകുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്, സൂറ അർ-റൂം 41-ാം വചനം. കരയിലും ആകാശത്തിലും കടലിലുമൊക്കെ അപകടങ്ങൾ നിരന്തരമായി പ്രകടമാകുന്നുണ്ട്. മനുഷ്യകരങ്ങളുടെ വിവേകരഹിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്, ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങൾ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം തുരന്നും കോരിയെടുത്തും നികത്തിയും ഇടിച്ചും തകർത്തും അങ്ങനെ തൻ്റെ ലാഭേച്ഛയിൽ, തൻ്റെ സുഖലോലുപതയിൽ, തൻ്റെ ആഡംബരപ്രമത്തതയിൽ, തൻ്റെ ഗർവും തൻ്റെ അഹങ്കാരവും തൻ്റെ ഡമ്പും കാണിച്ച് നടക്കുന്ന മനുഷ്യൻ അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ പോകില്ലെന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയ വേദഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ മനുഷ്യൻ പാലിക്കേണ്ടുന്ന ബന്ധങ്ങളെ നേരെ ചൊവ്വേ പാലിക്കാൻ നിർദ്ദേശിക്കുന്നു, കൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ആ ബന്ധങ്ങളുടെ ഇഴയടുപ്പത്തിന് താളഭംഗം വരുന്നിടത്ത് ദുരന്തം അനുഭവിക്കും എന്നുകൂടി പറഞ്ഞു വെച്ച ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർ, ഖുർആനിൻ്റെ ആളുകൾ, ഇസ്ലാമിൻ്റെ വക്താക്കൾ ഈ യാഥാർത്ഥ്യം മറ്റാരെക്കാളും മനസ്സിലാക്കണം. കാരണം അവർ പുണ്യത്തിനായി ഓതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഈ വക യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആ യാഥാർത്ഥ്യങ്ങളെ നിരാകരിച്ചതിൻ്റെ ദുരന്തത്തിൻ്റെ ഇരകളാണ് അവർ കൂടി ഉൾക്കൊള്ളുന്ന ഈ സമൂഹം. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവുമായുള്ള ബന്ധം, സൃഷ്ടിച്ച നാഥനുമായി സൃഷ്ടികൾ പാലിക്കേണ്ടുന്ന ബന്ധം. രണ്ടാമതായി സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധം, സഹജീവികളും സമസൃഷ്ടികളും നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുമായുള്ള ബന്ധം. മൂന്നാമത് ബന്ധം പ്രകൃതിയുമായുള്ള ബന്ധമാണ്. ചവിട്ടി നിൽക്കുന്ന മണ്ണിനോടും മുകളിൽ മേലാപ്പായ വിണ്ണിനോടും അതിനകത്ത് സംവിധാനിക്കപ്പെട്ട സംവിധാനങ്ങളോടും പാലിക്കേണ്ടുന്ന മര്യാദ. ഈ മൂന്ന് ബന്ധങ്ങൾ നേരെ ചൊവ്വെ പാലിച്ചില്ല എങ്കിൽ യഥാർത്ഥത്തിൽ വലിയ ദുരന്തത്തിന് മനുഷ്യൻ ഇരയാകുമെന്ന്. അവിടെ അഹങ്കാരിയായ മനുഷ്യൻ വിചാരിച്ചു മഴ കിട്ടാത്തപ്പോൾ നമുക്ക് മഴ പെയ്യിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ട് മഴ പെയ്യിക്കുന്നതിൽ അറബ് രാഷ്ട്രങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു.
അതേ അറബ് രാഷ്ട്രങ്ങളിൽ മഴ പെയ്തിട്ട് ഒരാഴ്ച പുറത്തിറങ്ങാൻ കഴിയാതെ വെള്ളത്തിലായി കിടക്കുന്ന കാഴ്ചയും കണ്ടു. ക്ലൗഡ് സീഡിങ്ങിലൂടെ മഴ പെയ്യിക്കുന്ന സംവിധാനം UAE പരീക്ഷിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ മഴയങ്ങ് കണക്കില്ലാതെ പെയ്തപ്പോൾ ഒരാഴ്ചക്കാലം നാണം കെട്ടുപോയി ആ സമൂഹം. ആ UAEയിലും ഇപ്പുറത്ത് സൗദിയിലും അതിനപ്പുറത്ത് ഒമാനിലുമൊക്കെ മഴയുടെ അതിവർഷത്തിൻ്റെ ദുരന്തം അനുഭവിക്കുമ്പോൾ അതേ സമയത്താണ് ഇക്കരെ ഈ ടെറിട്ടറിയിൽ ഞാനും നിങ്ങളുമൊക്കെ അത്യുഷ്ണത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. മനുഷ്യന് ബുദ്ധിയുണ്ടെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നേരെ ചൊവ്വെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ അഹങ്കാരത്തെ കൈയൊഴിഞ്ഞു ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച നാഥൻ്റെ കയ്യിലാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് മനസ്സിലാക്കി വിനീതനായി വിധേയത്വത്തോടുകൂടി തമ്പുരാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറ അൽ വാഖിയയിൽ ഇത്തരത്തിലുള്ള മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ എടുത്ത് പറഞ്ഞുകൊണ്ട് അവസാനം ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പരിഹാരം ഇങ്ങനെയാണ്: ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. അതുകൊണ്ട് നിന്റെ കയ്യിലല്ല കാര്യങ്ങൾ, നീയല്ല തീരുമാനിക്കുന്നത്. ഈ സംവിധാനത്തിന് നീ ക്രമഭംഗം വരുത്തിയാൽ നീ അനുഭവിക്കും. അനുഭവിക്കാതിരിക്കാൻ നിന്റെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ നിന്നെ തുണക്കില്ല. നിന്റെ കാലാവസ്ഥ നിരീക്ഷണത്തിലെ മികവിനെ മറികടന്നുകൊണ്ട് നിന്റെ കണക്കുകൾ തെറ്റിയിട്ട് ഇതിന്റെ ദുരന്തം നീ അനുഭവിക്കും. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, അത്യുദാരനായ നാഥന്റെ നാമത്തെ നീ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന്. അതിനു മുമ്പുള്ള ഭാഗത്ത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹമായി കിട്ടുന്ന ഈ സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിലല്ല. വെള്ളത്തെ ഉദാഹരിച്ച് ഖുർആൻ അതേ സൂറയിൽ പറയുന്നു, 69-ാം വചനം, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളത്തെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിലെ പഠനം എന്താണ്? കേരളത്തിൽ മതിയായ കുടിവെള്ളം ലഭ്യമാകാതിരിക്കുന്ന ദുരന്തം നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. എത്രയോ പ്രദേശത്ത് വെള്ളമില്ല. വണ്ടിയിൽ വെള്ളം വന്നില്ലെങ്കിൽ കുടിവെള്ളം കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ചില പ്രദേശങ്ങൾ പൂർണ്ണമായും വോട്ട് ബഹിഷ്കരിച്ച അനുഭവം വരെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ കേട്ടതാണ്. കേരളത്തിൻ്റെ കാര്യമാണ്. 44 നദികളുള്ള കേരളം, കാടും മേടും പുഴയും ഒക്കെയുള്ള കേരളം, സഹ്യ സാന്നിധ്യമുള്ള കേരളം, അതിനെക്കുറിച്ചാണ്. അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പോൾ വെള്ളം കിട്ടായിക ഒരു ദുരന്തമായി ദിനേന വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ കിണറിനപ്പുറത്ത് ഭൂഗർഭജലത്തിന്റെ കുഴൽ കിണർ കുഴിച്ച് വെള്ളം കിട്ടിയവർ കുഴൽ കിണർ വറ്റിയാൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിസ്സഹായരായിരിക്കുന്ന കാലം. ഭൂഗർഭജലം ഉള്ളത് എടുക്കലാണ്, തീരുന്നതോടെ തീരും. മഴവർഷത്തിലൂടെ കിട്ടുന്ന വെള്ളമാണ് യഥാർത്ഥ വെള്ളത്തിന്റെ സോഴ്സ്. ആ വെള്ളത്തെ നേരെ ചൊവ്വേ മണ്ണിൽ താഴാൻ അനുവദിക്കുന്നത് മുഖേന, മഴവെള്ളം നഷ്ടമാകാതെ ശ്രദ്ധയോടെ മണ്ണിൽ സംഭരിക്കുന്നത് മുഖേന കിണറുകൾ ജലനിബിഡമാകും. അതാണ് ശാശ്വതമായ മാർഗം. അപ്പൊ കിണർ കുത്തിയാൽ വെള്ളമില്ലെങ്കിലും പ്രശ്നമില്ല, പണത്തിന്റെ ഹുങ്കിൽ കുഴൽ കിണർ അടിക്കുമെന്ന് വിചാരിച്ചവർ ഇപ്പോൾ ഭൂഗർഭജലം കുടിക്കാൻ പറ്റാതായി പോയി. അതുകൊണ്ട് കുടിച്ചവർക്ക് ഇപ്പോൾ ഫിൽട്ടർ വെക്കാതെ ബാത്റൂമിൽ ഉപയോഗിക്കാൻ കഴിയില്ല വെള്ളം. ഇതൊക്കെ ഒരു ദുരന്തത്തിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതാ. അപ്പൊ അഹങ്കാരത്തിന്റെ ഗർവിന്റെ രീതി മാറിയിട്ട് വിനയത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹ് പറയാ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചുവോ? നിങ്ങൾ നല്ല വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, പണം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുപ്പിവെള്ളം വാങ്ങിയിട്ട് കുളിക്കാം. കുപ്പിവെള്ളം വാങ്ങിയിട്ട് കുടിക്കാമെന്നല്ല, കുപ്പിവെള്ളം വാങ്ങിയിട്ട് കുളിക്കാം. അത്രത്തോളം പണത്തിന്റെ ഹുങ്ക് നിങ്ങളെ എത്തിച്ചേക്കും. പക്ഷേ നിങ്ങൾ അറിയണം, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് വല്ലപ്പോഴും ചിന്തിച്ചുവോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, നിങ്ങളാണോ മേഘങ്ങളെ തണുപ്പിച്ചിട്ട് അതിൽ നീ വെള്ളം വർഷിപ്പിക്കുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാം ആണോ അതിനെ വർഷിപ്പിച്ചിരുന്നത്? സഹ്യപർവ്വതം ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് മഴ കിട്ടണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേനൽ മഴ പോലും ഇല്ല. ഇനി വർഷക്കാലം മെയ് ലാസ്റ്റിലോ ജൂൺ ഫസ്റ്റിലോ വന്നില്ലെങ്കിൽ കേരളക്കാരൻ അനുഭവിക്കുന്ന ദുരന്തം വളരെ വലുതായിരിക്കുമെന്ന് മുന്നറിയിപ്പുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിലല്ല നിയന്ത്രണം, ഇതെല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. മനുഷ്യ, നീ നിസ്സഹായന, നിന്റെ അഹങ്കാരം കൈയൊഴിയുക. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, അത്യുദാരനായ നാഥന് നീ വിധേയനായി വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ നാമത്തെ വാഴ്ത്തുക. നിന്റെ ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക. ഈ പ്രകൃതിയോട് നീ കാണിക്കേണ്ട മര്യാദ കാണിക്കുക. എന്നിങ്ങനെ ഒരുപാട് വാണിങ്ങുകൾ, താക്കീതുകൾ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. അത് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഈ സമൂഹത്തെ പഠിപ്പിക്കാനും ഈ സമൂഹത്തെ ഭരിക്കുന്നവരെ നയിക്കുന്നവരെ നേർവഴിക്ക് നയിക്കാനും ഒക്കെ ബാധ്യതയുണ്ട് നമസ്കാര തഴമ്പുകാർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം അത്യുഷ്ണം അനുഭവിക്കുന്ന കാലത്ത് എന്ത് ചെയ്തു എന്ന് കൂടി നിങ്ങൾ അറിയുക. അത് നമുക്ക് ചില വെളിച്ചങ്ങൾ നൽകും. റസൂലുള്ളാഹി ആ സമയത്ത് ചെയ്ത ഒരു നിലപാടിനെ കുറിച്ച് ഹദീസിൽ ഇങ്ങനെ വായിക്കാം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇദഷ്തദ്ദൽ ഹർറു, ചൂട് കഠിനമായാൽ, അത്യുഷ്ണം അനുഭവിക്കുന്ന അവസ്ഥയുണ്ടായാൽ, അതാണല്ലോ ഈ ഹീറ്റ് വേവ്, ഉഷ്ണതരംഗം. അങ്ങനെ വന്നാൽ ഫഅബ്രിദു അനിസ്സല, നിങ്ങൾ നമസ്കാരത്തെ തണുപ്പിക്കുക എന്നാണ്. അതിനർത്ഥം നമസ്കാരം നിങ്ങൾ നട്ടുച്ചക്ക് നിർവഹിക്കണ്ട, പുറത്തിറങ്ങണ്ട എന്നാ പറഞ്ഞതിനർത്ഥം. നമുക്ക് AC ഉണ്ട്. ഇപ്പൊ AC ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല വിചാരിക്കുന്നവരാ. പള്ളി AC, സഞ്ചരിച്ചുന്ന കാറിലും AC, വീട്ടകത്തും AC. അതുകൊണ്ട് അഹങ്കാരത്തിനൊട്ടും കുറവില്ല. ഒരിത്തിരി ചൂട് പോലും അനുഭവിക്കാൻ തയ്യാറല്ല. അങ്ങനെ അഹങ്കാരത്തിന്റെ ബലത്തിൽ മുന്നോട്ട് വന്നവർക്ക് ഇത് മനസ്സിലാവില്ല ഈ ഹദീസ്. കാരണം അന്ന് മദീന പള്ളിക്ക് മേൽപ്പുരയില്ല. തിരുനബിയുടെ കാലത്തെ മദീന പള്ളിയുടെ കാൽ ഭാഗം മാത്രമേ മേൽപ്പുരയുള്ളൂ. നിങ്ങൾ പഴയ കാലത്തെ മദീന പള്ളിയുടെ ചരിത്രം അവിടുത്തെ ആർക്കൈവിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. മ്യൂസിയത്തിൽ പോയാൽ, മദീന മ്യൂസിയത്തിൽ. അപ്പൊ ആദ്യകാലത്തെ മദീന പള്ളിയുടെ രൂപരേഖ ശരിക്കും കാണാം. അതിൻ്റെ കാൽ ഭാഗം മാത്രമേ റൂഫുള്ളൂ. ആ റൂഫ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞ പട്ടയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തടുക്കാണ്. ഇതേ ഉള്ളൂ, ബാക്കി ഓപ്പൺ ഏരിയയാണ്. അപ്പൊ അങ്ങനത്തെ മദീന പള്ളി റസൂല് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ചൂട് കഠിനമായി. ഇന്നത്തെ പോലെ AC സംവിധാനമില്ല, വിശാലമായി ഇരിക്കാൻ മേൽപ്പുരകളില്ല. ഇതുപോലെ നമുക്ക് ലഭ്യമാകുന്ന മരത്തിന്റെ തണലും ആ മരുപ്പറമ്പിൽ സാധ്യമല്ല. ഈത്തപ്പനത്തോട്ടങ്ങൾ മാത്രമാണ് രാഷ്ട്രീയം. നനവിന് സാധ്യതയുള്ള ഈത്തപ്പനത്തോട്ടത്തിലെ തണുപ്പ് അനുഭവിക്കാൻ കഴിയൂ. അങ്ങനത്തെ ഒരു മദീന ഭൂമികളിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി പറയാ, ഇദഷ്തദ്ദൽ ഹർറ ഫഅബ്രിദു അനിസ്സലാ, നല്ല ചൂട് കഠിനമായ അവസ്ഥ നിങ്ങൾ ളുഹ്ർ നിസ്കാരം കുറച്ച് പിന്തിച്ചോ എന്നാണ്. അതാണ് നിങ്ങൾ ആ നമസ്കാരത്തെ തണുപ്പിക്കാൻ ളുഹ്ർ കുറച്ച് പിന്തിക്കുക. കാരണം ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, അതാണ് ഊനൽ. ഫഇന്ന ശിദ്ദത്തൽ ഹർ, ചൂടിന്റെ കാഠിന്യം, മിൻ ഫൈഹി ജഹന്നം, നരകത്തിന്റെ ചൂടാ. നരകത്തിന്റെ ചൂടിനെ ഓർമ്മപ്പെടുത്തും ഇത് എന്നാണ്. അവിടെയാണ് ഊനൽ. നമുക്ക് ആ ചൂടിന്റെ കാഠിന്യത്തെ മനസ്സിലാക്കി നരകത്തിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. നമ്മളിപ്പോ ഈ സംവിധാനത്തിൽ അഭിരമിക്കുകയാണ്. നമുക്ക് കഴിയും, സാധ്യത. പാവപ്പെട്ടവരും അടവിന് AC എടുത്തിട്ട് ഫിറ്റ് ചെയ്യാൻ ആള് വരാൻ കാത്തിരിക്കുക. അത്രത്തോളമാണ് നമ്മുടെ മുന്നോട്ടുള്ള പറയാണ്. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അറിയണം, അതിനിടയിൽ മറന്നു പോകാൻ പാടില്ല ഈ ഉത്ബോധനം. അത് റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി, ചൂടിന്റെ കാഠിന്യം, അത്യുഷ്ണം, ഹീറ്റ് വേവ്, ഉഷ്ണതരംഗം എന്നത് മിൻ ഫൈഹി ജഹന്നം, നരകത്തിന്റെ ചൂടാ. നരകം പുറത്തേക്കുള്ള ചൂടിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ഈ ചൂടിനെ അനുഭവിക്കുക. ഇപ്പൊ നരകം അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു വലിയ അടുപ്പായിട്ട് സങ്കല്പിക്കുക, ഒരു വലിയ ഓവൻ. എങ്കിൽ അതിൻ്റെ വാൾവിലൂടെ ഇടക്കിടക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇത്തിരി പുറത്തേക്ക് വരുന്നെങ്കിൽ ആ വരുന്ന ചൂടാണ് ഈ പറയുന്ന ചൂട്, അല്ലെങ്കിൽ ആ ചൂടിന് സമാനമാണ് ഈ ചൂട് എന്നുള്ള നരകത്തിൻ്റെ ചൂട്. എത്രയായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന്. അപ്പം അങ്ങനെ ഒരു പാഠമുണ്ടെന്ന്, ആ പാഠത്തെക്കുറിച്ച് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. യുദ്ധം സമാനമായൊരു ഘട്ടത്തിൽ മദീനയിലെ മുഴുവൻ ആളുകളോട് യുദ്ധത്തിന് വരാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. തബൂക്ക് യുദ്ധമായിരുന്നു പശ്ചാത്തലം. റസൂലുള്ളാഹി എല്ലാ യുദ്ധത്തിന് പുറപ്പെടാൻ കൽപ്പിച്ചു. അങ്ങനെ വിശ്വാസികൾ യുദ്ധത്തിന് ഒരുങ്ങി. മുനാഫിക്കുകൾ ഒരുങ്ങിയില്ല. കപടവിശ്വാസി മുസ്ലിം സമുദായത്തിനകത്തുള്ള കാപ്പട്ടിക്കാർ തയ്യാറായില്ല. അവർ ന്യായം പറഞ്ഞു, അവരുടെ ആളുകളോട് അവർ പറഞ്ഞു. അവർക്ക് പറഞ്ഞാൽ, അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളോടൊക്കെ പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർ, നിങ്ങൾ ഈ ചൂടുകാലത്ത് പോവരുത്, നല്ല ചൂടാ, നിങ്ങൾ ഇറങ്ങരുത്. അങ്ങനെയാണ്, നല്ല ചൂടാണ്, പള്ളിയിൽ പോവണ്ട എന്ന് പറയാൻ ചിലപ്പോൾ തോന്നിപ്പോവും. ചിലപ്പോൾ ലാ തൻഫിറൂ ഫിൽ ഹർ, നിങ്ങൾ ഈ ചൂടിൽ ഇറങ്ങരുത്, പുറപ്പെടരുത്. അപ്പൊ അള്ളാഹ് അവർക്ക് നൽകിയ മറുപടി, ഫറദ്ദല്ലാഹു അലൈഹിം, അള്ളാഹ് നൽകിയ മറുപടി, കുൽ, പറഞ്ഞു കൊടുക്ക് പ്രവാചകരെ, നാറു ജഹന്നമ അശദ്ദു ഹർറ, നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാളൊക്കെ വലിയ ചൂടാ. നിങ്ങൾ ഈ കാണുന്ന ചൂട് ഇപ്പൊ അനുഭവിക്കാൻ കഴിയാതെ പോയ ചൂടില്ലേ, ആ ചൂട് നിങ്ങളെ ഓർമ്മപ്പെടും നരകത്തിന്റെ ചൂടിനെ കുറിച്ചാ. നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ വലിയ ചൂടാ. അപ്പം നിങ്ങൾക്ക് പള്ളിയിലേക്ക് ഇറങ്ങാൻ ഈ ചൂട് തടസ്സമാണെങ്കിൽ, നിങ്ങൾ യുദ്ധത്തിന് പോകാൻ ഈ ചൂട് തടസ്സമാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യ നിർവഹണത്തിന് ചൂട് തടസ്സമാണെങ്കിൽ, നിങ്ങൾ അറിയണം, കുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ കടുത്ത ചൂടാ. അത് രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കണമെന്ന്. അപ്പം ചൂടിനെ കുറിച്ച്, അത്യുഷ്ണത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലെ ഉത്ബോധനവും അക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട് അത് വിഷയമായി വന്നൊരു സാമൂഹ്യ ക്രമത്തിനതിൽ ഉണ്ടായ താളഭംഗത്തിൽ
തമ്പുരാന്റെ ഇടപെടലുമാണ് സഹോദരന്മാരെ ഈ പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ച് പറയാണ്, അബ്രിദു അനിസ്വല എന്ന് പറയുന്ന അർത്ഥം ഐ അഖിറു സ്വലാത്തൽ ദുഹ്രി അൻ അവ്വലി വഖ്തിഹാ ഹത്താ തൻകസിറ ശിദ്ദത്തുൽ ഹർ. ചൂടിന്റെ കടുത്ത കുത്തലൊന്നും ഇല്ലാതാകും വരേക്ക് നിങ്ങൾ ദുഹ്ർ നിസ്കാരം ഇത്തിരി പിന്തിച്ചോ എന്നാ. അപ്പൊ നല്ല കത്തുന്ന സമയമാണ് ദുഹ്റിന്റെ സമയം, സൂര്യൻ തെറ്റിയ സമയം. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി ദൂരെ നിന്ന് ഇങ്ങനെ പള്ളിക്ക് വരാം, മദീന പള്ളിയിലേക്ക് ദൂരെ ദിക്കുന്നൊക്കെ ആൾക്കാർ വരിക. സഹാബത്ത് പണിയെടുക്കുന്നിടത്തുനിന്ന് ഓടി വരുന്നവർ, മാർക്കറ്റിൽ നിന്ന് ഓടി വരുന്നവർ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നവർ, അങ്ങനെ എല്ലാവരും കൂടി മദീന പള്ളിയിൽ ഹബീബ് നേതാവായി നിസ്കരിക്കുക. അങ്ങനെ ഒരു ശീലം മുസ്ലിം സമുദായത്തിനുണ്ട്. ആ പള്ളിക്കാണെങ്കിൽ മേൽപ്പുര മുഴുവനായിട്ടില്ലതാൻ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഇത്തിരി പിന്തിച്ചോ, ദുഹൂർ ഇത്തിരി പിന്തിച്ചിട്ട് ആ തണുപ്പ് ഒന്നിങ്ങോട്ട് കുറയട്ടെ, അപ്പം നിങ്ങൾ നിസ്കരിച്ചാൽ മതി എന്നാണ് പറഞ്ഞ അർത്ഥം. എന്നാണ് നിസ്കാരത്തിൽ ക്രമമുണ്ടാക്കി എന്നാണ്. അത്ര ചൂട് അനുഭവിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. ആ ചൂടിനെ കുറിച്ച് ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കാം. അബൂ ഹുറൈറ ഉദ്ധരിച്ച ഹദീസിൽ, സഹീഹായ ഹദീസിൽ, ഫമാ വജത്തും മിൻ ബർദിൻ ഔ സംഹീരിൻ ഫമിൻ നഫ്സി ജഹന്നം. നിങ്ങൾ കടുത്ത തണുപ്പ് അനുഭവിക്കുന്നു, സംഹരീർ കഠിനമായ തണുപ്പ്, നിങ്ങൾ ബർദുൻ സംഹരീറുൻ കടുത്ത തണുപ്പ് അനുഭവിക്കുന്ന നിങ്ങൾ അറിയണം, ഫമിൻ നഫ്സി ജഹന്നം അത് നരകത്തിന്റെ ശിക്ഷയുടെ ഭാഗമാണെന്ന്. വമാ വജത്തും മിൻ ഹർറിൻ ഔ മിൻ ഹുറൂർ കടുത്ത ചൂട് അത്യുഷ്ണം ഹീറ്റ് വേവ് അനുഭവിക്കുന്നെങ്കിൽ ഫമിൻ നഫ്സി ജഹന്നം അതും നരകത്തിന്റെ ശിക്ഷയാണെന്ന് അറിയണമെന്നാണ്. ഇത് ബുഖാരി ഇമാം ധരിച്ച ഹദീസ. അപ്പോൾ ഈ ശിക്ഷയുടെ ഭാഗമായിട്ട് ഈ ചൂടിനെ മനസ്സിലാക്കണം. കടുത്ത തണുപ്പും കടുത്ത ചൂടും ഇന്നലി ജഹന്നമ അസർ അല്ലത് ഭൂമിയിലുള്ള നരകത്തിന്റെ ഇടപെടലാണ്. ഭൂമിയിലുള്ള നരകത്തിന്റെ അടയാളം അസർ അടയാളമാണ്. നരകത്തിന്റെ അടയാളം ഭൂമിയിൽ അനുഭവിക്കുന്നോ എങ്കിൽ അത് കടുത്ത തണുപ്പായും കടുത്ത ചൂടായും നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്ന്. അങ്ങനെ ഒരു പാഠം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ന്യായങ്ങൾ വേറെയായിരിക്കും. നമുക്ക് ശാസ്ത്രീയമായ ന്യായങ്ങളെ നാം വൈജ്ഞാനികമായി അംഗീകരിക്കുമ്പോഴും അതിനപ്പുറത്ത് സൃഷ്ടാവ് പഠിപ്പിച്ച പാഠങ്ങൾ, തിരുവചനങ്ങളുടെ പാഠങ്ങൾ കൂടി നമ്മൾ കൂടെ ചേർത്ത് വെക്കും. അതാണ് മുസ്ലിമിന്റെ പ്രത്യേകത. അതുകൊണ്ട് ശാസ്ത്രത്തെ ഉപാസിക്കുന്നവരുടെ വർത്തമാനത്തിനപ്പുറത്ത് അതിൻ്റെ മർമ്മം കൂടി മനസ്സിലാക്കാൻ, അങ്ങനെ ഒരു കാഴ്ച കൂടി കാണാൻ വിശ്വാസികൾ സാധിക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഫീ ഹാദൽ ഹർ വകദാലിക മിൻ അദാബിഹാ ശിദ്ദത്തുൽ ബർദ്. ഈ കഠിനമായ ചൂട് നരകത്തിന്റെ ശിക്ഷയായതുപോലെ തന്നെ കഠിനമായ തണുപ്പും നരക ശിക്ഷയാണെന്ന്. അങ്ങനെ നരകത്തിന് അങ്ങനെ ഒരു ശിക്ഷിക്കുന്ന രീതി കൂടി ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് ആ അർത്ഥത്തിലുള്ള കാര്യമാണെന്ന്. സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണം പറയുന്നിടത്ത് അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ച്. ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറ, സൂറത്തുൽ ഇൻസാൻ 13-ാം വചനം. ലാ യറൗന ഫീഹാ, അവിടെ നിങ്ങൾ അനുഭവിക്കില്ല. ശംസൻ കഠിനമായ ചൂട് അനുഭവപ്പെടില്ല നിങ്ങൾക്ക്. വലാ സംഹരീറ, കഠിനമായ തണുപ്പ് അനുഭവപ്പെടില്ല. കഠിനമായ ചൂടും കഠിനമായ തണുപ്പും നരകത്തിൽ മാത്രമാണ്. എങ്കിൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന അത്യുഷ്ണവും ഭൂമിയിൽ അനുഭവപ്പെടുന്ന അതിശൈത്യവും നരകശിക്ഷയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കും. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, ഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. നരകശിക്ഷയുടെ കഠിനമായ, നരകത്തിന്റെ കഠിനമായ ചൂടാണ് ഈ കഠിനമായ ഭൂമിയിലെ ചൂട്. അത് തുദക്കിറു ബിനൽ ആഖിറ, അത് നമ്മെ പരലോകത്തെ ഓർമ്മപ്പെടുത്തണം. ഈ ചൂട് അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നരകത്തെക്കുറിച്ച് വേവലാതിയിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ചിന്താരീതി ശരിയാണ്, നിങ്ങളുടെ ചിന്തയുടെ പ്രോസസ് ശരിയാണ്. അല്ല, ഈ ചൂടിൽ നിങ്ങൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയാണോ? എന്തൊരു ചൂട്, എന്താ ഇപ്പം ഈ ചൂട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അഹങ്കാരത്തിന്റെ വർത്തമാനം പറയുന്നുവോ? നിങ്ങളുടെ ചിന്താ രീതിക്ക് കാര്യമായ തകരാറ് പറ്റിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ചൂടിന്റെ തുദക്കിറു ബിനൽ ആഖിറ, അത് നമ്മെ പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. എന്നിട്ട് മുഹദ്ദിസ് പറയാ, നഹ്നു ജഅൽനാഹാ തദ്കിറ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ചൂടും തണുപ്പും സൂറ അൽ വാഖിയയിലെ ഭാഗം പറഞ്ഞുകൊണ്ട് 73-ാം വചനം, നഹ്നു ജഅൽനാഹാ തദ്കിറ, ഇതൊക്കെ ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. നിങ്ങളിങ്ങനെ അഹങ്കാരത്തിൽ നിഗളിച്ച് മതിമറന്ന് താൻ എന്തിനും പോന്നവനാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന നിങ്ങളും നിങ്ങളുടെ സംവിധാനങ്ങളും, നിങ്ങൾ നിങ്ങളുടെ പണവും, നിങ്ങൾ നിങ്ങളുടെ അംഗബലവും ആൾക്കൂട്ടവും എല്ലാം കൂടി ചേർന്ന് എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഈ അഹങ്കാരത്തിന്റെ തലമണ്ടക്കിട്ട് തമ്പുരാൻ കൊട്ടുകയാണ്. ഇത്തിരി ബോധമുള്ളവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് നഹ്നു ജഅൽനാഹാ തദ്കിറ, ഇത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വെച്ച ഉത്ബോധനങ്ങളാണ്. അതുകൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഫഇന്നൽ മുഅ്മിന ഇദാ റആ ശിദ്ദത്തൽ ഹർ, അത്യുഷ്ണം അനുഭവിക്കുന്ന മുഅ്മിൻ എന്താണ് മനസ്സിലാക്കുന്നത് മുഹദ്ദിസ് പറയാ. എന്റെ വർത്തമാനമല്ല കേട്ടോ, ഉദ്ധരണമാണ്, നിങ്ങൾ കേൾക്കണം. യദ്കുറു ഖൗലല്ലാഹ്, അത്യുഷ്ണം അനുഭവിക്കുന്ന ഓരോ മുഅ്മിനും അള്ളാന്റെ ഈ വചനം ഓർക്കണം.
ഏതാണ് ആ വചനം? സൂറത്തു തഹ്രീമിലെ 6-ാമത് വാക്യം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് കാത്തുകൊള്ളണം. ഈ ചൂട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പ്രയാസമുണ്ട്. നിങ്ങളെ കുഞ്ഞുമക്കളെ വീട്ടിൽ പിടിച്ച് കിടത്തിയിരിക്കുക, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഭാര്യമാരോട് പുറത്തിറങ്ങണ്ടെന്ന് പറയും. നിങ്ങൾ പുറത്തു പോയാൽ വേഗം തന്നെ അകത്ത് കയറും. അല്ല, പണിക്ക് പോകേണ്ടതില്ലാത്ത സംവിധാനം വീട്ടകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ തൽക്കാലം ചൂട് ശമിക്കും വരെ ജോലിക്ക് പോകാതിരിക്കും. അല്ലെങ്കിൽ ഉച്ചക്ക് നിങ്ങൾ ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ വന്ന് കിടക്കും, എന്നിട്ട് വൈകുന്നേരത്തെ പുറത്തിറങ്ങും. അപ്പൊ ചൂടിനോട് നിങ്ങൾക്ക് അത്ര കരുതലുണ്ടല്ലേ? എങ്കിൽ ഈ ചൂട് നരകച്ചൂണ്ട ഇത്തിരിയാണ്, ഇത്തിരി. അത് പുറത്തേക്ക് വമിക്കുന്ന ഒരു ആവി പുറത്തേക്ക് വരുന്ന പോലെ, അടുപ്പിൽ തിളക്കുന്ന പാത്രത്തിന്റെ മൂടിയെ തട്ടിമാറ്റി ഇടക്കിടക്ക് അതിനകത്ത് ഹീറ്റ്, ആ ആവി പുറത്തേക്ക് വരുന്നത് പോലുള്ള ഒരു വരവ് മാത്രമാണ് ഈ പറഞ്ഞ നരകത്തിന്റെ ചൂടിന്റെ ഭാഗമായ ഈ ചൂട്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ ഈ ആയത്ത് ഓർക്കണം. എന്താണ് ആയത്ത്? വഇന്നൽ മുഅ്മിന ഇദാ റആ ശിദ്ദത്തൽ ഹർരി തദ്കുറു ഖൗലല്ലാഹ്. ഈ അത്യുഷ്ണത്തെ നേരെ ചൊവ്വേ മനസ്സിലാക്കുന്ന വിശ്വാസി അല്ലാഹുവിന്റെ ഈ വചനം ഓർക്കും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. വഖൂദുഹൻ നാസു വൽ ഹിജാറ, അതിലെ ഇന്ധനം മനുഷ്യനും കല്ലുമാണ്. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ഷിദാദ്, അതിന് കാവൽക്കാരായി പരുക്കന്മാരായ പരുഷഹൃദയമുള്ള മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അള്ളാഹുവിന്റെ ഒരു കൽപ്പന ധിക്കരിക്കുകയില്ല. വയഫ്അലൂനമായി ഉമറുൻ, കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കും അവർ. അതുകൊണ്ട് നിങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ചൂട് സഹിക്കാൻ, എൻ്റെ കുടുംബം ഈ ചൂടിൽ പുറത്തിറങ്ങി നിൽക്കുന്നത് അസ്ക്യതയായി, സഹിക്കാൻ കഴിയാത്ത കാര്യമായി മനസ്സിലാക്കുന്ന ഓരോ കുടുംബനാഥനും അറിയണം, എൻ്റെ കുടുംബം നരകത്തിലാകാൻ പാടില്ലെന്ന്. ഈ ചൂടും തണുപ്പും, കടുത്ത ചൂടും കടുത്ത തണുപ്പും അനുഭവിക്കുന്ന നരകമല്ല, ചൂടും തണുപ്പുമില്ലാത്ത സ്വർഗത്തിൽ എൻ്റെ കുടുംബമേ, അവിടെ ഒരു വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. അങ്ങനെ ഒരു ചിന്ത വിശ്വാസികളെ നിങ്ങൾക്ക് ഈ കടുത്ത ചൂട് നൽകണമെന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്, ഹബീബായ റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രകൃതി പ്രതിഭാസങ്ങളെ കേവലം വൈജ്ഞാനിക തലത്തിൽ മാത്രം നോക്കിക്കണ്ടാൽ പോരാ വിശ്വാസികൾ. പ്രകൃതി പ്രതിഭാസങ്ങളുടെ വൈജ്ഞാനിക വിവരങ്ങൾ ആർജിക്കുന്നതോടൊപ്പം അതിനകത്ത് ആന്തരാർത്ഥങ്ങളിലേക്ക് കണ്ണ് തുറന്നു വെക്കാൻ, ഈ രണ്ട് കണ്ണിനപ്പുറത്തൊരു മൂന്നാം കണ്ണിന്റെ കാഴ്ച, ഒരു ബസീറ, ഉൾക്കാഴ്ച വിശ്വാസികൾക്ക് വേണം എന്നുകൂടി ഈ കടുത്ത അത്യുഷ്ണത്തിന്റെ പ്രയാസങ്ങളെ പങ്കുവെക്കുന്ന കാലയളവിൽ വിശ്വാസികളായി നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് മുനാഫിക്കുകളായി പോവാതിരിക്കുക. നമ്മൾ ഈ ചൂട് കഠിനമായതുകൊണ്ട് തൽക്കാലം എല്ലാ പണി നിർത്താം. അപ്പോൾ പള്ളിയിൽ പോക്ക് നിർത്താം, ഇസ്ലാമിന്റെ കാര്യങ്ങൾക്കുള്ള ഇറങ്ങിത്തിരിക്കൽ നിർത്താം, യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിനുള്ള പോക്ക് നിർത്താം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങ് ഫിലസ്തീനിലെ ഗസയിൽ കടുത്ത തണുപ്പിൽ, മഴയുൾപ്പെടെയുള്ള അവസ്ഥയിലും പോരാട്ടം നിർത്താതെ തകർന്നടിഞ്ഞ റബിൾസിന്, വീടുകളുടെ റബിൾസിന് മുമ്പിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നിങ്ങൾ കാണുന്നുണ്ട്. ചൂടും തണുപ്പും അവരെ ബാധിക്കാറില്ല, മഴയും ബാധിക്കാറില്ല. ഇപ്പുറത്ത് നല്ല തമ്പുരാക്കന്മാർ മഴ പെയ്തിട്ട് ഒരാഴ്ച പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു നാണം കെട്ടുപോയ അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. പ്രകൃതിയുടെ അവസ്ഥാന്തരങ്ങളോട് പൊരുതാൻ കെൽപ്പുള്ള കരുത്ത് നൽകുന്ന ഒന്നാണ് ഈമാൻ. ആ ഈമാൻ നമുക്കുണ്ടാവണം. അതുകൊണ്ട് അത്യുഷ്ണമാണ്, തൽക്കാലം പുറത്തെങ്ങും പോവണ്ട, പള്ളിയിലും പോവണ്ട എന്ന് വെക്കുന്നവർ, അത്യുഷ്ണമായതുകൊണ്ട് AC ഇല്ലാത്തത് കൊണ്ട് പള്ളി ഒഴിവാക്കി AC ഉള്ള പള്ളി തേടിപ്പോകുന്നവർ, കുഴപ്പമില്ല, നല്ല കാര്യം തന്നെ. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലെ മനോഭാവത്തെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത ആവശ്യമാണ് പുതിയ കാലത്ത്. അത്രയും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിപ്പോകേണ്ടതില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്നിടത്ത് വിശ്വാസികളെ ഈ അത്യുഷ്ണവും ഈ അതിശൈത്യവും തടയില്ല എന്ന് അത് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു വെച്ച സൂറ തൗബയിലെ 81-ാം വചനം മുഖദ്ദിമയിൽ ഓതി വെച്ചത്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖാദിഹിം ഖിലാഫ റസൂലില്ല. അള്ളാന്റെ റസൂലിന്റെ ആഹ്വാനത്തിന് വിരുദ്ധമായി വീട്ടിൽ ഇരുന്ന ആളുകൾ സന്തോഷിക്കുന്നു. അങ്ങനെയാണ് അള്ളാന്റെ റസൂൽ പുറപ്പെടാൻ പറഞ്ഞു, ബാങ്ക് കേട്ടാൽ പുറപ്പെട്ടോളണം, അങ്ങനെയാണ് നിർദ്ദേശം, അങ്ങനെയാണ്. ഇതുപോലെ അവരോട് യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞു. അപ്പൊ യുദ്ധത്തിന് പുറപ്പെടാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞപ്പോ ഖിലാഫ റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ ആഹ്വാനത്തിന് വിരുദ്ധമായി വീട്ടിലിരുന്ന് സന്തോഷിച്ചു ഒരു കൂട്ടർ. അങ്ങനെയാണ്, പുറപ്പെട്ടില്ല. മുസ്ലിമീങ്ങളെ കുറിച്ചായി പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും വ്യയം ചെയ്ത് ത്യാഗ സമർപ്പണത്തിന് അവർ തയ്യാറായി വെറുത്തിരുന്നു. എന്നിട്ടോ അവർ പോയില്ലെന്ന് മാത്രമല്ല,
പോകുന്നവരെ തടയാൻ ശ്രമിച്ചു. വഖാലു, അവർ പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർ, ചൂടാണ് കേട്ടോ പുറപ്പെടരുത്, അത്യുഷ്ണമാണ് കേട്ടോ പുറപ്പെടുന്നു പറഞ്ഞു. കുൽ, പ്രവാചകരോട് പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിന്റെ ചൂടാണടോ ഇതിനേക്കാൾ കടുത്ത ചൂട്. ലൗ കാനു യഫ്ഖഹു, നിനക്ക് മൂളയുണ്ടെങ്കിൽ, ചിന്തയുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക എന്ന് സൂറത്ത് തൗബ 81 വചനം. എന്നല്ല, നല്ല ചൂടുള്ള ദിവസം ഒരു നോമ്പെടുക്കുവിൻ. ഇന്നിവിടെ ഉത്ബോധനമാണ്, നല്ല ചൂടുള്ളപ്പോൾ ഒരു നോമ്പെടുക്കുക. നമ്മൾ വേനൽക്കാലത്ത് നോമ്പെടുത്തവരാ, ശൈത്യകാലത്ത് നോമ്പെടുക്കാറുണ്ട്, മഴക്കാലത്ത്. നമുക്കിങ്ങനെ മാറി മാറി ചന്ദ്രമാസപ്രകാരം മാറി മാറി കാലാവസ്ഥയെ അനുഭവിക്കാൻ പറ്റും. പക്ഷെ നല്ല ചൂടുള്ള സമയത്ത് ഒരു നോമ്പെടുക്കുക. അസ്സൗമു ഫീ ശിദ്ദത്തിൽ ഹർരി മിൻ ഖിസാലിൽ ഈമാൻ, ഒരാളുടെ വിശ്വാസത്തിന്റെ സവിശേഷതയാണ് നല്ല ചൂടുള്ളപ്പോൾ ഒരു നോമ്പെടുക്കൽ. ഇപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ നല്ല ചൂടുള്ള സമയത്ത് നോമ്പെടുക്കും. സഹാബയെ കിറാമിലെ വനിതാ രത്നങ്ങൾ പലരും നോമ്പെടുക്കും. അപ്പൊ ആയിഷയോട് ചോദിച്ചു, ഈ നല്ല ചൂടല്ലേ, നീണ്ട സമയം അവിടുത്തെ സമയം, നമ്മുടെ സമയം പോലെയല്ല, അങ്ങനെയാണ് നീണ്ട പകൽ സമയം കടുത്ത ചൂടിൽ ഇങ്ങനെ നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ഉമ്മ പറഞ്ഞു, മുബാദിറത്തുൽ മൗത്ത്, മരണത്തെ തണുപ്പിക്കാനാ, മരണം സുഖമാകാൻ. ഇപ്പോൾ ഈ ചൂടിൽ നോമ്പെടുക്കുമ്പോൾ അള്ളാഹുവിലെ വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കൂ, അല്ലാതെ അവൾക്ക് കഴിയില്ല. റമദാൻ മാസം വേനൽക്കാലം വന്നാലും നോമ്പെടുക്കും നമ്മൾ, അത് സമൂഹം ഒന്നടങ്കം കൂടെ കൂടി നമ്മളങ്ങ് ചെയ്യാം. പക്ഷെ കടുത്ത ചൂടിലൊരു സുന്നത്ത് നോമ്പ്, അത് ഇത്തിരി ഹിമ്മത്തുള്ളവർക്കേ കഴിയൂ. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ സഹാബയെ കിറാമിലെ വനിതകൾ പറഞ്ഞ വർത്തമാനം, ഇന്ന സിറ ഇദാ റഖസ, ഒരു സാധനത്തിന്റെ വില കുറഞ്ഞാൽ ഇസ്തറാഹു കുല്ലു, അതിന് ഓരോരുത്തരും വാങ്ങും. അങ്ങനെയാണ്, മാർക്കിൽ സാധനത്തിന് വില ഇടിഞ്ഞാൽ എല്ലാവരും പോയിട്ട് വാങ്ങും. വിലയിടിഞ്ഞ സാധനത്തിന്റെ വില വാങ്ങാൻ എല്ലാവരും ഉണ്ടാകും. എന്നാൽ അമ്മാ ഫിൽ ഹർ, എന്ന നല്ല ചൂടുള്ള ദിവസം, ഫലാ യഫ്അലുഹു ഇല്ലാ അസ്ഹാബുൽ ഹിമം, നല്ല ഹിമ്മത്തുള്ളവരെ നോമ്പെടുക്കാൻ കഴിയൂ. അപ്പൊ സാധാരണ സാദാസീത ഗണത്തിൽ അങ്ങ് ഒഴുകുമ്പോൾ നമുക്കൊക്കെ സാധ്യമാകും. റമദാൻ മാസം ഞാനും നിങ്ങളൊക്കെ നോമ്പെടുത്തവരാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പക്ഷേ റമദാനല്ലാത്ത നല്ല ചൂടുള്ള കാലത്ത് ഒരു സുന്നത്ത് നോമ്പെടുക്കാൻ അത് ഹിമ്മത്തുള്ളവർക്കേ കഴിയൂ. അതുകൊണ്ട് ചൂടുള്ള ദിവസം ഒരു നോമ്പെടുക്കുന്ന വിശ്വാസിയുടെ ഹിമ്മത്തിന്റെ, അവന്റെ കരുത്തിന്റെ, അവന്റെ ഈമാനിന്റെ കരുത്തിന്റെ പ്രകടമായ ഭാവമാണെന്ന് പഠിപ്പിച്ച മതം കൂടിയാണ് ഇസ്ലാം. അപ്പൊ നിങ്ങൾ അറിയണം, എല്ലായിടത്തും മാറി നിന്നിട്ട് ചൂടും പറഞ്ഞിട്ട് കുത്തിയിരിക്കുന്ന രീതിയല്ല, മറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കി യാഥാർത്ഥ്യം പഠിപ്പിക്കുന്ന പാഠത്തിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഓർക്കണം. ചൂടില്ലാത്ത സമയത്തും ജീവിച്ചവരാ നമ്മൾ. അള്ളാഹു എത്ര അനുഗ്രഹമാണ് നൽകിയത്. ഫാൻ ഓഫ് ചെയ്ത് ഉറങ്ങിയ സമയം ഓർമ്മയുണ്ട്. ഇന്ന് ഫാൻ കറങ്ങിയിട്ട് മതിയാകാത്ത അവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ തമ്പുരാൻ അനുഗ്രഹം, വജഅലലക്കും മിനൽ ജിബാലി അക്നാന വജഅലലക്കും സറാബീല തഖീകുമുൽ ഹർ, തഖീകുമുൽ ഹർ, ചൂട് നിങ്ങളെ രക്ഷപ്പെടുന്ന ഒരുപാട് വസ്ത്രങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകി. നല്ല തണുപ്പിൽ രക്ഷയാകുന്ന വസ്ത്രങ്ങൾ, നല്ല ചൂടിൽ രക്ഷയാകുന്ന വസ്ത്രങ്ങൾ, തണുപ്പിൽ രക്ഷയാകുന്ന ഷെൽട്ടർ, നിങ്ങളുടെ വീടിന്റെ സംവിധാനം, ചൂട് രക്ഷയാകുന്ന നിങ്ങളുടെ സംവിധാനങ്ങൾ, അതിനെ തണുപ്പിക്കാൻ വേറെയും AC ഉൾപ്പെടെ അതിനപ്പുറത്ത് പലതും ഒക്കെ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയതാണ്. ഇതൊക്കെ നൽകിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ അറിയണം. ഒപ്പം ഈ സൗകര്യങ്ങളില്ലാത്ത മനുഷ്യൻ, വെള്ളം കിട്ടാത്തവൻ, വഴിയിൽ തളർന്നിരിക്കുന്നവൻ, വഴിയിൽ വെയിൽ കൊണ്ട് സഞ്ചരിക്കുന്നതിന് അഭയകേന്ദ്രം ഉൾപ്പെടെ പണിതുകൊണ്ട് നിങ്ങൾ സേവനത്തിന്റെ വഴിയിലും മുമ്പന്തിയിലുണ്ടാവണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് കുടിവെള്ളം സജ്ജീകരിച്ചും ഷെൽട്ടറുകൾ പണിതും യാത്രക്കാർക്ക് സഞ്ചാരികൾക്ക് താമസിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കിയും അങ്ങനെ വെള്ളം കിട്ടാത്ത മേഖലയിൽ വെള്ളം നൽകിയും തണുപ്പിന് രക്ഷ തരുന്ന വസ്ത്രങ്ങൾ കൊടുത്തും ചൂടിനെ തണുപ്പിക്കാൻ ഉതകുന്ന സംവിധാനം നൽകിയും ഒക്കെ സേവനത്തിന്റെ മേഖലയിലും കർമ്മനിരതരായിരുന്നു ഇസ്ലാമിലെ മുൻതലമുറ എന്ന യാഥാർത്ഥ്യം കൂടി ഈ സമയത്ത് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി ഇത്തരം ഏത് സന്ദർഭങ്ങൾ വരുമ്പോഴും അൽഹംദുലില്ലാ എന്നാ പറഞ്ഞിരുന്നത്. അൽഹംദുലില്ലാ ഏതവസ്ഥയിലും പറയാൻ പറ്റണം. തിരുനബിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുക ഹദീസ്. റസൂലുള്ളാഹി ഇദാ റആ മാ യക്റഹു, ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ, ഇത് നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യ, ചൂട്, കടുത്ത ചൂടാ, നമുക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, നമുക്കത് നാം അതിനെ വെറുക്കുന്നു. പക്ഷേ അത്തരം ഒരു അവസ്ഥയിലും റസൂൽ എന്ന് പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലായ്പ്പോഴും അല്ലാഹുവിന് സർവസ്തുതി എന്ന് പറയും. ഇനി വൈദാ റആ മാ യുഹിബ്ബു, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടാലോ യദൂ, റസൂലുള്ളാഹി ഇങ്ങനെ പ്രാർത്ഥിക്കും, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമുസ് സ്വാലിഹാത്ത്, അൽഹംദുലില്ലാ, അല്ലാഹുവിന് സർവസ്തുതിയും, ബിനിഅമതിഹി തത്തിമുസ് സ്വാലിഹാത്ത്, അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സൽപ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സാഹചര്യത്തെ വിശ്വാസികൾ എങ്ങനെ കാണണമെന്നതിന് കൃത്യമായ മാതൃക
ഹബീബായ റസൂലും സഹാബത്തും നൽകിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഏത് സന്ദർഭത്തിലും നമുക്കൊരു മുൻ മാതൃകയുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഇത് കേവലം ഒരു ആരാധനയെക്കുറിച്ച് വരുന്ന മതമല്ല. അത് ഏതേതു സാഹചര്യത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് വളരെ കൃത്യമായ മാതൃക കാഴ്ചവെച്ചൊരു മതമാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിത ഗന്ധിയായ ദർശനമാണ് ഇസ്ലാം. അത് മനുഷ്യത്തെ മുഴുവനായും ചൂട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ കടുത്ത ചൂടിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? അപ്പോൾ നിങ്ങളുടെ മനോഗതം എന്തായിരിക്കണം? നിങ്ങളുടെ മനോവ്യാപാരങ്ങൾ എന്തായിരിക്കണം? നിങ്ങളുടെ നിലപാടുകൾ എന്തായിരിക്കണം? റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ കാന യൗമുൻ ഹാറുൻ, നല്ല കടുത്ത ചൂടുള്ള ദിവസം, അത്യുഷ്ണത്തിന്റെ ഹീറ്റുവിന്റെ കാലത്ത്, അൽക്കല്ലാഹു തആല സമഅഹു വബസറഹു ഇലാ അഹ്ലിസ് സമാഇ വഅഹ്ലിൽ അർദ്, അല്ലാഹു ആകാശലോകത്തുനിന്ന് ആകാശത്തുള്ള സൃഷ്ടികളായ മലക്കുകളിലേക്കും ഭൂമിയിലെ മനുഷ്യരിലേക്കും ദൃഷ്ടി പായിക്കും, കാത് തുറന്നു വെക്കും. അള്ളങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ചൂട് അനുഭവിക്കുമ്പോൾ ഞാനും നിങ്ങളും ഏത് നിലപാടാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കുന്നുണ്ടോ? കേൾക്കണം. ഇത് കാര്യമായൊരു വർത്തമാനമാണ്. കടുത്ത ചൂട് അനുഭവിക്കുമ്പോൾ തമ്പുരാൻ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് തന്റെ കണ്ണും കാതും പായിക്കും, ആകാശലോകത്തുള്ള സൃഷ്ടികളിലേക്കും. ഫൈദാ ഖാലദ്, അപ്പോൾ ഒരു ദാസൻ മണ്ണിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മാ അശദ്ദു ഹർറുൻ ഹാദൽ യൗം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞിട്ടാ ബാക്കി വർത്താനം. നമ്മൾ ചൂടിനെ കുറിച്ച് പരാതി പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ടോ? ഇവിടെ ഒരു ദാസൻ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, മാ അശദ്ദു ഹർറുൽ യൗം. എന്തൊരു ചൂടാണ് ഇന്ന്, എന്തൊരു ചൂടാണ്! ഈ ചൂട് ഇത്രമേൽ കഠിനമായതെന്തേ എന്ന് പറയുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു ദാസൻ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതികരിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുക. ആ ദാസൻ, അല്ലാഹുമ്മ, അല്ലാഹുവേ, അജിർനി മിൻ ഹർരി ജഹന്നം, അജിർനി മിൻ ഹർരി ജഹന്നം, നരകച്ചൂട് വരെ കാത്തുരക്ഷിക്കണേന്നാ. ഇത് ഞാൻ സഹിച്ചോളാം, ഈ ചൂട് ഞാൻ സഹിച്ചോളാം, ഞാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ സഹിക്കാം. പക്ഷെ സഹിക്കാൻ കഴിയാത്ത ഒരു ചൂട് നാളെ വരുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ, അല്ലാഹുവേ, അജിർനി മിൻ ഹർരി ജഹന്നം, നരകച്ചൂട് നിന്ന് കാത്തുരക്ഷിക്കണേ എന്നൊരു ദാസൻ പ്രാർത്ഥിച്ചാൽ, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറയും ആരോട്? അൽ ജഹന്നമ, നരകത്തിനോട് പറയും, ഇന്ന അബ്ദൻ മിൻ ഇബാദി ഇസ്തജാറനി മിൻകി, ഇന്ന അബ്ദൻ മിൻ ഇബാദി, എൻ്റെ അടിമകളിൽ ഒരു അടിമ, എൻ്റെ ദാസന്മാർ ഒരു ദാസൻ, എൻ്റെ അടിയാത്തിൽ ഒരു അടിയാത്തി, ഇസ്തജാറനി മിൻകി, നിന്നെ തൊട്ട് എന്നോട് അഭയം തേടിയിരിക്കുന്നു. കടുത്ത ചൂട് അനുഭവിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തൊരു ചൂടാണ്! പടച്ചവനെ, നരകച്ചൂടിന്ന് കാത്തുരക്ഷിക്കണത് ദാസൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കേണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഈ ചൂട് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ല പറയൂത്ര, ഇന്ന അബ്ദൻ മിൻ ഇബാദി ഇസ്തജാറനി മിൻകി, എൻ്റെ ദാസന്മാരുടെ ദാസൻ നിന്നെ തൊട്ട്, നിന്നെ കുറിച്ച്, നിന്നിൽ നിന്ന് എന്നോട് അഭയം തേടിയിരിക്കുന്നു. വ ഇന്നി അഷ്ഹിദുക അന്നി ഖദ് അജിർതുഹു, നിന്നെ സാക്ഷിയാക്കി ഞാൻ പറയാം, ഞാൻ അവനെ നരകത്തിന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു, നരകത്തിന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഈ ബോധ്യം നമ്മെ നയിക്കണം. ഈ കടുത്ത ചൂടിൽ നമ്മെ നയിക്കേണ്ട ബോധ്യമാണ്. പടച്ചവനെ, ഇതൊരു ചെറിയ ചൂടാ, നരകച്ചൂടുമായി താരങ്ങളോട് ഇന്ന നാറ ജഹന്നമ അശദ്ദു ഹർറ, അത് ഭയങ്കര ചൂടാ. അതുകൊണ്ട് അല്ലാഹുമ്മ അജിർനി മിൻ ഹർരി ജഹന്നം, അല്ലാഹുമ്മ അജിർനി മിൻ ഹർരി ജഹന്നം, അല്ലാഹുമ്മ അജിർനി മിൻ ഹർരി ജഹന്നം, നരകച്ചൂടിൽ പടച്ചവൻ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദാസനെ കുറിച്ച് അല്ല പറയൂത്രേ, ഇതാ നിന്നെ തൊട്ട് എന്നോട് അഭയം തേടി ഇന്ന ദാസൻ, അതുകൊണ്ട് അവൻ ഈ നരകത്തിൽ പ്രവേശിക്കില്ല, ഞാൻ അവൻ അഭയം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ ചൂടിനെ അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പൊ ചൂട് ശമിക്കാൻ മഴ കാത്തിരിക്കുന്നവർ അറിയണം, മഴയും നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ ക്ലൗഡ് സീഡിങ് മതിയാവില്ല. അതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസമാണ്, ശാശ്വതമായ പരിഹാരമല്ല. അതുകൊണ്ട് വഹുവല്ലദീ യുൻസിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, നിങ്ങൾ നിരാശരായി മഴ തേടിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നിങ്ങൾ നിരാശരായി അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു മഴ വർഷിപ്പിക്കും. വയൻഷുർ റഹ്മത്തഹു, അവന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരും. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് കേട്ടോ രക്ഷകൻ, അവനാണ് സർവസ്തുതിക്കും അർഹൻ എന്ന് സൂറത്ത് ശൂറ. അപ്പൊ നിങ്ങൾ മഴ തേടിയിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിയന്ത്രണം, നിങ്ങൾക്ക് മേഘങ്ങളെ ചലിപ്പിച്ച് കൊണ്ടുവന്ന് തണുപ്പിച്ച് പെയ്യിക്കാമെന്നൊക്കെ അഹങ്കരിക്കുമ്പോഴാണ്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ലളിതമായ കാര്യങ്ങളാണ്. പലപ്പോഴും തിരിച്ചടിയായി മാറും ദുരന്തങ്ങൾ. അതിലുപയോഗിക്കുന്ന കെമിക്കൽ നിങ്ങളെ മണ്ണിനെ എങ്ങനെ ബാധിക്കും നിങ്ങൾ മിണ്ടൂല. കാരണം ഭരണകൂടത്തിന്റെ കയ്യിൽ നല്ല മറയുണ്ട്, മറ. അപ്പൊ നിങ്ങൾ അതിൽ അഹങ്കരിക്കണ്ട. നിങ്ങൾ നിരാശരായി നാഥനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹ് നിങ്ങൾക്ക് മഴയെ കൊണ്ടുത്തരും. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, മിഫ്താഹുൽ ഗൈസി ഖംസുൻ,
മിഫ്താഹുൽ ഗൈബി ഹംസുൻ, അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ 5 നിങ്ങൾക്കറിയാത്ത ഈ ഭൗതിക ലോകത്തിന് അപ്പുറത്തുള്ള അഭൗമികമായ കാര്യങ്ങളുടെ താക്കോലുകൾ 5 ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ അതിൽ ഒരു കാര്യമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. അമാ യദ്രി അഹദുൻ മത്താ യജിഉൽ മതർ, മഴ എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആള് പറയാ, ഡോക്ടർ, മെയ് അവസാനത്തിൽ മഴ വന്നില്ലെങ്കിൽ, കാലവർഷം വന്നില്ലെങ്കിൽ ജൂൺ ഫസ്റ്റിൽ കാലവർഷത്തിൽ കേരളക്കാരൻ പെട്ട തന്നെയാ. അപ്പൊ അവനും അറിയില്ല എപ്പോഴാ പെയ്യാന്ന്. ആകാശത്ത് നോക്കിയിട്ട് നിരീക്ഷണത്തിലൂടെ പ്രവചിക്കുന്നവർക്ക് അതിന് ഉതകുന്ന എന്തോ ഒന്ന് അവിടെ ന്യൂനമർദ്ദമായി ഉരുവപ്പെട്ടാലേ പറയാൻ പറ്റൂ നാളെ യെല്ലോ അലർട്ടാ, മറ്റേതാ റെഡ് അലർട്ടാണ്. അതിനത് ഉരുവപ്പെട്ട് വരണം. ആ സമുദ്രം ഏതോ ഒരു സമുദ്രത്തിൽ ചുഴി ഉരുവപ്പെട്ട് വരണം. അല്ലെങ്കിൽ കാറ്റിനെ കുറിച്ച് എവിടുന്നോ വർത്തമാനം കിട്ടും, അപ്പോഴേ പറയാൻ പറ്റൂ. അതിനപ്പുറത്ത് അവൻ നോക്കിയാലും അറിയില്ല എപ്പോഴാ മഴ. അതുകൊണ്ട് അദൃശ്യകാര്യം തമ്പുരാനെ അറിയൂ. എപ്പോഴാണ് മഴ വരാന്ന് ഒരാൾക്കറിയില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു വലിയ ഹദീസിലെ ഒരു പോയിന്റ് മാത്രമാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് മഴയെ തടയുന്ന അവസ്ഥ വരുന്ന പണികൾ നിർത്തണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മഴയില്ലാതായി പോകും. കാല അക്ബല അലൈനാ റസൂൽ, റസൂൽ അങ്ങനെ നേരെ തിരിഞ്ഞ് സംസാരിച്ചു. എന്നിട്ട് യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളെ എന്ന് വിളിച്ച റസൂൽ പറയാ, ഹംസുൻ ഇദ തുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ വ അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അത് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഞാൻ അല്ലാഹുവിന്റെ രക്ഷ തേടുകയാണ്. ആ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രകടമായാൽ ലം തൽഹർ, അങ്ങനെ പ്രകടമായാൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു. ലം തൽഹരിൽ ഫായിഷതു ഫീ ഖൗമിൻ, ഒരു സമൂഹത്തിൽ വൃത്തികേട് രംഗം വാണു, അധാർമികത പ്രകടമായി, അസാന്മാർഗത പ്രകടമായി, അങ്ങനെ എല്ലാ തമ്മാടിത്തവും ധിക്കാരവും കൊല്ലും കൊലയും പ്രകടമായാൽ ഹത്താ യുഅലിനൂ ബിഹാ, ആ വൃത്തികേടുകൾ പരസ്യമായി ചെയ്യാനും തുടങ്ങിയാൽ, പലിശയും കള്ളക്കടത്തും വ്യഭിചാരവും മദ്യപാനവും മയക്കുമരുന്നും കൊല്ലും കൊലയും കൊള്ളിവെപ്പും ഒക്കെ ഒരു സമൂഹം പരസ്യമായി ചെയ്തു തുടങ്ങിയാൽ ഇല്ലാ ഫശാ ഫീഹിം താഊൻ, അവർക്ക് മാരകമായ പ്ലേഗ് പോലുള്ള രോഗങ്ങൾ പരക്കും. വൽ ഔജാഉ ലത്തി ലം തകുൻ മദത ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ, കഴിഞ്ഞുപോയ സമൂഹത്തെ ബാധിക്കാത്ത വേദന ഉണ്ടാക്കുന്ന രോഗങ്ങളും അവരെ പിടികൂടും. അങ്ങനെ വരുമ്പോൾ കൊറോണയും കോവിഡും ഒക്കെ ഇനിയും വരാം. അങ്ങനെയാണ് അടുത്ത വേദന നൽകുന്ന മാരക രോഗങ്ങൾ. വീണ്ടും പഠിപ്പിക്കുക, വലം യൻകുസുൽ മിക്യാൽ വൽ മീസാൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന പണി തുടങ്ങിയാൽ, തട്ടിപ്പും വെട്ടിപ്പും വ്യാപകമായാൽ, അന്ന് അളവും തൂക്കമേ ഉള്ളൂ. സാമ്പത്തിക കുറ്റകൃത്യം ഇന്ന് മാറി, മുഴുവൻ കള്ളക്കടത്തിന്റെ ആശാന്മാരാ വലിയ വലിയ ആളുകൾ, പള്ളി നയിക്കുന്നവർ, ഭരിക്കുന്നവർ, പാർട്ടി തലവന്മാർ. അഴിമതിയും കള്ളക്കടത്തും വെട്ടിപ്പും എല്ലാം നടക്കുന്ന ടീമാ. മുകളിലുള്ളവരെ കുറിച്ച് പറയാ, താഴതിനേക്കാൾ ഭീകരമാണ്. അതുകൊണ്ട് അങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചാൽ ഇല്ലാ ഉഖിദു ബിസ്സിനീന, വർഷങ്ങളോളം ക്ഷാമം നിങ്ങളെ പിടികൂടും. വശിദ്ദത്തിൽ മുഅ്ന, ജീവിത ചെലവ് വർദ്ധിക്കും. വജൗരി സുൽത്താനി അലൈഹിം, ഭരിക്കുന്നവന്റെ അക്രമം സഹിക്കേണ്ടത്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. ഇപ്പൊ ജീവിത ചെലവ് കൂടി, പഴയ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, ബോധ്യമുള്ളവരെല്ലാവരും. എന്നല്ല, വലിയ ക്ഷാമം വലിയ അളവിൽ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അക്രമിയായ ഭരണാധികാരിയുടെ പീഡനത്തിന് ഇപ്പൊ പെട്ടി തുറക്കുന്നത് കാത്തിരിക്കുക, എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. വലം യംനഉ സക്കാത്ത അംവാലിഹിം, നേരെ ചൊവ്വേ ധനത്തിന്റെ സക്കാത്ത്, ഉള്ളവന്റെ കയ്യിലെ പാവപ്പെട്ട അവകാശം നേരെ ചൊവ്വേ കൊടുക്കാതിരുന്നാൽ ഇല്ലാ മനഉൽ ഖത്ര മിനസ്സമാ, ആകാശത്ത് ഒരു തുള്ളി മഴ പെയ്യൂല, ഒരു തുള്ളി മഴ പെയ്യില്ല. ഖത്തർന, മരത്തുള്ളി, ഖത്തർ, ഒരു തുള്ളിനാ ഖത്തർ. ഇല്ലാ മനഉൽ ഖത്ര മിനസ്സമാ, നേരെ ചൊവ്വേ ഉള്ളവന്റെ കയ്യിലെ പാവപ്പെട്ടവന്റെ വിഹിതം നേരെ ചൊവ്വേ കൊടുത്ത് ഇല്ലാത്തവന് മാന്യമായി ജീവിക്കാൻ അവസരം ഒരുക്കാത്ത കാലത്തോളം ഇല്ലാ മനഉൽ ഖത്ര മിനസ്സമാ, ആകാശത്ത് ഒരു തുള്ളി മഴ പോലും അല്ലാഹു നിങ്ങൾക്ക് നൽകില്ല. വലൗലൽ ബഹാഇമ ലം യുംതറു, ഇനി വല്ലപ്പോഴും മഴ കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ കാരുണ്യമല്ല. വലൗലൽ ബഹാഇമ ലം യുംതറു, മൃഗങ്ങളുള്ളത് കൊണ്ടാ മഴ പെയ്യുന്നത്. മൃഗങ്ങളുള്ളത് കൊണ്ട്, നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ അത്രമേൽ ധിക്കാരികളാ. തമ്പുരാന് നിങ്ങളുടെ ഔദാര്യം കാണിക്കേണ്ട ബാധ്യതയില്ല. നിങ്ങൾ അത്രമേൽ അക്രമം കാണിച്ചവരാ. അതുകൊണ്ട് ഇനി വല്ലപ്പോഴും മഴ കിട്ടിയാൽ അത് നിങ്ങളുടെ നന്മ കൊണ്ടല്ല, മിണ്ടാപ്രാണികളോട് തമ്പുരാൻ കാണിച്ച ഔദാര്യത്തിന്റെ ഭാഗമാണ്. എത്ര കൃത്യമായ ഹദീസ്, നമുക്ക് സമയത്തിന്റെ പരിമിതി. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതാ അജ്ദബത്തിൽ അർളു, ഭൂമിയിൽ വരൾച്ച ഉണ്ടായാൽ കാലത്തിൽ ബഹാഹിം, മൃഗങ്ങൾ ഇങ്ങനെ പറയൂത്തരേ. ഇമാം മുജാഹിദ് ഈ ഹദീസ് വിശദീകരിക്കുക. ഭൂമിയിൽ വരൾച്ച വന്നാൽ മൃഗങ്ങൾ പറയും ഹാദാ മിൻ അജലി ഉസാത്തി ബനി ആദം, ആദമിന്റെ മക്കളിലെ അക്രമികൾ കാരണമാണ് ഈ വരൾച്ച.
ഈ അത്യുഷ്ണവും വെള്ളമില്ലായ്മയും ആദമിന്റെ മക്കൾ മനുഷ്യകുലത്തിലെ ഔസാത്ത് ധിക്കാരികൾ കാരണമായി സംഭവിച്ചത് മൃഗങ്ങൾ പറയും. മൃഗങ്ങൾക്കുണ്ടോ ബോധ്യമെന്നാണ്. ആ മൃഗങ്ങൾ പറയും. അതുകൊണ്ട് ലഅനല്ലാഹു ഉസാത്ത ബനി ആദം, ഇത്ര കൂടി നാൽക്കാലികൾ പറയും. നിങ്ങൾ തെളിച്ചു നടക്കുന്ന നാൽക്കാലിയില്ലേ, നിങ്ങൾ അറുത്ത് നാൽക്കാലി, ആ നാൽക്കാലി ഇത്ര കൂടി പറയും ലഅനല്ലാഹു ഉസാത്ത ബനി ആദം, ആദമിന്റെ മക്കളല്ല ശപിക്കട്ടെ, ആദമിന്റെ മക്കളെ നാഥൻ ശപിക്കട്ടെ എന്ന്. അതുകൊണ്ട് അക്രമത്തിന് അറുതി വരുത്താത്ത മനുഷ്യർ തമ്പുരാന്റെ ഔദാര്യം പ്രതീക്ഷിക്കരുത്. വല്ല ഔദാര്യം കിട്ടുന്നുവെങ്കിൽ നിങ്ങളുടെ നന്മ കൊണ്ടല്ല, നിങ്ങളുടെ സുജൂദിന്റെ ബലം കൊണ്ടല്ല, മറിച്ച് മൃഗങ്ങളുടെ ഉള്ള അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. അതുകൊണ്ട് ഈമാനും തഖ്വയും കൃത്യമായിട്ട് പാലിക്കുക. അങ്ങനെ വന്നാൽ വലുവന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ഒരു നാഗരിക സമൂഹത്തിലെ വിശ്വാസികളായ ആളുകൾ നേരെ ചൊവ്വേ ഈമാൻ ഉൾക്കൊള്ളുകയും തഖ്വ കൈകൊള്ളുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അവർക്ക് ആകാശലോകത്തെ എല്ലാ ബർക്കത്തും അല്ലാഹു നൽകും. അതുകൊണ്ട് മാർഗം അല്ലാഹുവിലേക്ക് മടങ്ങല. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ട് മണ്ണിൽ മഴ വർഷിച്ച് ഈ അന്തരീക്ഷം സ്വസ്ഥ നൽകുന്ന ഒന്നാക്കി മാറ്റണോ, നമ്മൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈമാനും തഖ്വയും മുറുകെ പിടിക്കണം. അങ്ങനെ വന്നാൽ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശം കനിയും ഭൂമി വിളയും. ആകാശം കനിഞ്ഞാൽ ഭൂമി വിളയും. അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിതം സാധ്യമാകും. അതുകൊണ്ട് ആ സൂറ നൂഹിൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ, പാപമോചനം നടത്തി തെറ്റുകൾ തീർത്തുക. ഇന്നഹു കാന ഗഫാറ, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ തൗബ ചെയ്താൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് മതിയായ മഴ ആവോളം നാഥൻ നൽകുമെന്നാണ്. അതുകൊണ്ട് മഴ കിട്ടാൻ കാത്തിരിക്കുന്നവരെ, നിങ്ങളുടെ തിരിച്ചറിവിന്റെ ഈ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചിറങ്ങി വരൂ. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ മനസ്സിലാകും, നാഥനെ മനസ്സിലാകും. ഈ നിസ്സഹായ അവസ്ഥയും മനസ്സിലാകും. നന്നായിട്ട് പ്രാർത്ഥിക്കുക, തിരുത്തുക, അള്ളാഹുലേക്ക് അടുക്കുക, പാപങ്ങളുടെ പൊറുക്കലിനെ തേടുക. ഈ ചൂടിന്റെ പിന്നിലെ രഹസ്യത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ഇനിയും വായിക്കുക. ഒരുപാട് ഒരുപാട് ആയാത്തുകളും തിരുവചനങ്ങളും ഉണ്ട്. നമുക്കൊരു ഖുത്ബക്ക് പരിമിതമായ സമയമേ ഉള്ളൂ. അതുകൊണ്ട് ആ പാഠഭാഗത്തേക്ക് മനസ്സും കണ്ണും മനസ്സാക്ഷിയും പായിക്കുക. തിരിച്ചറിവിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തമ്പുരാനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് അവനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്ത് തരാൻ വേണ്ടി, നമുക്ക് മഴ നൽകാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരന്മാരെ, മഴയ്ക്കുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനി വനഹ്നുൽ ഫുഖറാ അൻസിൽ അലൈനൽ ഗൈസ് أنزل علينا العيس أنزل علينا الغيث واجعل ما أنزلت لنا قوة وبلاء إلهين اللهم أجرنا من حر جهنم اللهم خفف عنا حر الشمس اللهم هون علينا حرارة الشمس واجعلها بردا وسلاما اللهم قنا شر هذا الحر وارحمنا يا أرحم الراحمين اللهم الطف بنا وارحمنا وأنت خير الراحمين اللهم أعصنا اللهم أعصنا اللهم أعصنا اللهم اسقنا اللهم اسقنا اللهم اسقنا يا أرحم الراحمين اللهم اسق عبادك وبهائمك وانشر رحمتك وأخي بلدك الميت يا أرحم الراحمين اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضار عاجلا غير آجل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أقول قولي هذا واستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم وادعوه إنه هو البر الكريم الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന അത്യുഷ്ണത്തിൻ്റെ എല്ലാ ഗുരുതരാവസ്ഥയിലും നാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന മഴ അവൻ നമ്മുടെ മേൽ വർഷിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറ്റകൃത്യങ്ങളും കാരണമായിട്ടാണ് നമുക്ക് മഴ നിഷേധിക്കപ്പെടുന്നത് എങ്കിൽ നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവനോട് ഇസ്തിഗ്ഫാറിൻ്റെ തൗബയുടെ മഗ്ഫിറത്ത് ആവശ്യപ്പെടുന്ന സുമനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട് അവനിലേക്ക് തിരിച്ചില്ലാൻ അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന മഴ നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കടുത്ത ചൂടിൽ നിന്ന് അവൻ നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ചൂട് നരകച്ചൂടിൻ്റെ ഭാഗമാണെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു ഇസ്ലാം.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവൻ നരകത്തിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാർ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവനോട് വിനീത വിധേയരായി മണ്ണിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. അതിന് പറ്റുന്ന ഈമാനും തഖ്വയും സന്മനസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നാഥൻ ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.